വർഷത്തെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ സർക്കാരിന്റെ ലഘുലേഖ. മാതൃകാപരമായ നേട്ടങ്ങൾ കൊണ്ടുവരാൻ സർക്കാരിനായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്തെ ഏറ്റവും അധികം PSC നിയമനങ്ങൾ കേരളത്തിൽ. ലഘുലേഖ ഇറക്കിയത് 4ാം വാർഷികത്തിന്റെ ഭാഗമായി. ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയെ നാളെ ചോദ്യം ചെയ്യില്ല. ചോദ്യം ചെയ്യൽ ഷൈനിന്റെ മൊഴി വിശദമായി പഠിച്ചതിനു ശേഷം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം യോഗം ചേരും. ഷൈനിനെ എപ്പോൾ ചോദ്യം ചെയ്യണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. കർണാടക മുൻ DGP ഓം പ്രകാശ് മരിച്ച നിലയിൽ. മൃതദേഹം കണ്ടെത്തിയത് ബംഗളൂരുവിലെ വീട്ടിൽ. ദേഹമാസകലം കുത്തേറ്റ നിലയിൽ. ഓം പ്രകാശിന്റെ ഭാര്യ പല്ലവി കസ്റ്റഡിയിൽ. ADGP MR അജിത് കുമാറിന് വീണ്ടും വിശിഷ്ട സേവന ശുപാർശ. സർക്കാരിന് ശുപാർശ നൽകിയത് DGP. രാഷ്ട്രപതിയുടെ മെഡലിനായുള്ള ശുപാർശ 5 തവണ കേന്ദ്രം തള്ളിയിരുന്നു. ശുപാർശകളെല്ലാം തള്ളിയത് IB റിപ്പോർട്ട് എതിരായതിനാൽ. കുട്ടികൾക്ക് ചലച്ചിത്ര ക്യാമ്പിൽ ആസ്വാദനക്കുറിപ്പ് എഴുതാൻ നൽകിയത് ഭീതിതമായ വീഡിയോ. വിവാദമായി ചലച്ചിത്ര അക്കാദമിയുടെ നടപടി. ലോകപ്രശസ്ത സംവിധായകന്റെ ഷോർട്ട് ഫിലിമാണ് നൽകിയതെന്ന വിശദീകരണവുമായി ചലച്ചിത്ര അക്കാദമി. താൻ വേട്ടയാടപ്പെട്ട നിരപരാധിയെന്ന് ADM നവീൻ ബാബു ആത്മഹത്യാ കേസിലെ പ്രതി PP ദിവ്യ. ക്രിസ്തുവിനെ കുരിശിലേറ്റിയത് നീതിമാനായതുകൊണ്ട് സമൂഹത്തിന്റെ മനസ്സെന്നും വേട്ടക്കാരന്റേതാണെന്നും ദിവ്യയുടെ പ്രതികരണം ഈസ്റ്റർ ദിനത്തിൽ പങ്കുവച്ച വീഡിയോയിൽ. ഉയിർപ്പിന്റെ പ്രത്യാശയിൽ ഈസ്റ്റർ ആഘോഷിച്ച ലോകം. ഉയിർപ്പിന്റെ വെളിച്ചം നമ്മളുടെ പാതകളെയും ഹൃദയങ്ങളെയും പ്രകാശിപ്പിക്കട്ടെ എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഗാസയിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്ത് മാർപ്പാപ്പയുടെ ഈസ്റ്റർ ദിന സന്ദേശം. പീഡാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം യേശു ഉയിർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി വിശ്വാസികൾ. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും. ഈസ്റ്റർ ദിനത്തിലും ചർച്ചയായി മുനമ്പം. സർക്കാരുകൾ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നുണ്ടെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. വഖഫ് ബിൽ നടപ്പിലാക്കുന്നതോടെ പ്രശ്ന പരിഹാരമുണ്ടാകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കോഴിക്കോട് ഷഹബാസ് കൊലപാതകത്തിൽ കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘം. കുറ്റപത്രം സമർപ്പിക്കുക കോഴിക്കോട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ. കൂടുതൽ വിദ്യാർത്ഥികളെ പ്രതി ചേർക്കാൻ പോലീസ് നിയമോപദേശം തേടും. മുതിർന്നവർക്കെതിരെ തെളിവില്ലെന്നും പോലീസ്.